ഹായ് ഫ്രണ്ട്സ്, പവിത്രം പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതീക്ഷിച്ചതിലും വിപരീതമായി മാഷ് വേദയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നല്ലതല്ലേ, നന്ദിനി ചായ്പ് പെയിന്റ് അടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നോക്കാൻ വന്നതാണ്. ഞാൻ അന്നൊരു വാശിക്കും ദേഷ്യത്തിനും ഒക്കെ പറഞ്ഞു എന്ന് കരുതി മക്കൾക്ക് തോന്നാത്തത് എൻ്റെ മരുമകൾക്ക് തോന്നിയല്ലോ എന്ന് പറയുമ്പോൾ വേദയ്ക്ക് അഭിമാനം തോന്നുന്നുണ്ട്. വിശ്വം, നീയും ഇവരുടെ കൂടെ കൂടി എന്നറിഞ്ഞതിൽ സന്തോഷം എന്ന് മാഷ് പറഞ്ഞപ്പോൾ വിശ്വം വീണ്ടും ഉഷാറായി പണി തുടങ്ങി. ഇതെല്ലാം കേട്ട് നിന്ന നന്ദിനിക്ക് എല്ലാവരെയും കടിച്ചു കീറാനുള്ള കലിയുണ്ട്. പിന്നീട് വേദ വിക്രത്തെ ഫോണിൽ വിളിക്കുമ്പോൾ, ആ പറയൂ വേതാളമേ എന്ന് തുടങ്ങിയ വേദയോട്, ദേ സ്വാമിയാണ്, ആ എന്നാൽ പറയൂ വേതാള വനിതാരത്നമേ എന്ന് പറഞ്ഞ് തിരുത്തുന്നുണ്ട് വിക്രം. അപ്പോൾ അച്ഛൻ ഉണ്ണാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെയോ എന്ന് ചോദിക്കുന്നു വിക്രം. അതിനുശേഷം വേദ മനസ്സിൽ തീരുമാനിച്ച പ്രകാരം ഈ മണ്ഡലകാലം കഴിയുമ്പോഴേക്കും അച്ഛനും മകനും തമ്മിലുള്ള അകലം കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അന്നു മുതൽ എല്ലാ ദിവസവും വിക്രത്തിനെയും കൂട്ടി അമ്പലത്തിൽ പോകാൻ തുടങ്ങി വേദ. ചായപ്പൊക്കെ ക്ലീനാക്കി കട്ടിലൊക്കെ കൊണ്ടുവന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം വിക്രം ചോദിച്ചു, ഞാൻ മാലയിട്ടതോടെ സന്തോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ എന്നുള്ളത് ശരി തന്നെ, പക്ഷേ മറന്നു കളഞ്ഞതൊക്കെ ഓർത്തെടുത്ത് അത് നശിപ്പിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് വേദയോട്. പക്ഷേ മലയ്ക്ക് പോയി വന്നാൽ ശ്രീകാര്യം ശ്രീനിവാസനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാവോ എന്ന ചോദിക്കുന്നുണ്ട് വേദ. ആ ചോദ്യത്തിന് വിക്രം മറുപടിയൊന്നും പറയുന്നില്ല. പിന്നീട് അച്ചമ്മ അവിടേക്ക് വരുന്നു. വേദയെ കണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. വേദയ്ക്ക് കട്ടയ്ക്ക് സപ്പോർട്ടാണ് അച്ചമ്മ. ഇനി അച്ഛനും മോനും പഴയ പോലെ അടുപ്പമൊക്കെയായി വരണം, അതിന് ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട് എന്ന് അച്ചമ്മ വേദയോട് പറയുന്നുണ്ട്. അതിനുശേഷം വാസവനെയും ശ്രീകാന്തും ഷേക്കാൻഡ് കൊടുത്ത് പിരിയുന്നു. അഭിലാഷും കൂട്ടരും വിക്രത്തിനെ അടിച്ചു വീഴ്ത്തുന്നു. ഇത് കണ്ട് സങ്കടപ്പെട്ട് കരയുന്ന വേദയെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇതാണ് പ്രമോ ആയി കാണിച്ചത്. ഈ പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.